ഹലോ. അപ്പം ഞാൻ രാവിലെ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് മല്ലിയും മുളകും വറുത്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഞാൻ എപ്പോഴും പച്ചയ്ക്ക് അതിൽ അല്ലാതെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്നൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് പുള്ളിന്ന് വറുത്ത് ചേർക്കുന്നത്. അതിന് സെയിം പാനിൽ തന്നെ ഞാൻ തക്കാളിയും അതേപോലെ വെണ്ടയ്ക്കയും കൂടെ കടു വറുത്തതിന് ശേഷം ഇതുപോലെ വഴറ്റിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാമ്പാറിലുള്ള വെണ്ടയ്ക്ക കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അത് ഇതിലോട്ട് തട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കതവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇഡ്ഡലിയാണ് ഞാൻ അവിക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് മാവൊക്കെ ഇതുപോലെ ആദ്യത്തെ പാത്രം വെച്ച് അതിനകത്ത് മാവൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത രണ്ടാമത്തെ പാത്രവും അതുപോലെ വെച്ചിട്ട് അതിൽ മാവൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. തലേ ദിവസം ഇതുപോലെ അരിഞ്ഞ് കുറച്ച് ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് അച്ചാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് കടുകും അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അതിന് ശേഷം ഒരു പച്ചമുളകാണ് കേട്ടോ, ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കായം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും കൂടി ഇട്ടൊന്ന് പച്ചമണം പോയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മാങ്ങയും കൂടെ തട്ടിക്കൊടുക്കും. അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല മാങ്ങാച്ചാറ് കിട്ടും. അതിനുശേഷം തലേ ദിവസം ഞാൻ മസാലയൊക്കെ പുരട്ടി മീൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ച് അത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ മീൻ മറിച്ചിടുന്ന സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പം നല്ല മണവും അതേപോലെ നല്ല ടേസ്റ്റും കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ലാസ്റ്റായിട്ട് നമ്മുടെ ചായ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ റെഡിയായി കഴിയുമ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയി. നല്ല അടിപൊളി സോഫ്റ്റ് ഇഡ്ഡലിയും അതേപോലെ തന്നെ സാമ്പാറും പിന്നെ നമുക്കത് ചായയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഏട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ലഞ്ചിൽ അച്ചാറും മീൻ ഫ്രൈയും അതേപോലെ തന്നെ സാമ്പാറും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.